Dear friends, let's check the questions and answers and activities of the portrait of a lady. ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷിലെ ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി എന്ന കുഷൻ സിംഗിൻ്റെ സ്റ്റോറി അല്ലേ, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് കുഷൻ സിംഗിൻ്റെ മുത്തശ്ശിയുടെ ക്യാരക്ടർ സ്കെച്ച്. ദ ഗ്രാൻഡ് മദർ ആസ് പോർട്രേറ്റ് ബൈ കുഷൻ സിംഗ് വാസ് എ ബോൾഡ്, ലവിങ് ആൻഡ് റിലീജിയസ് പേഴ്സൺ. ധീരയായ, സ്നേഹമുള്ള, മതനിഷ്ഠയുള്ള ഒരു സ്ത്രീയായിരുന്നു കുഷൻ സിംഗിൻ്റെ ഗ്രാൻഡ് മദർ. ഷി വാസ് ഷോർട്ട്, ഫാറ്റ് ആൻഡ് സ്ലൈറ്റ്ലി ബെൻഡ്. ചെറിയൊരു ബെൻഡ് ഉണ്ട്, അതായത് കുനിഞ്ഞുകൊണ്ട് അത്യാവശ്യം ഫാറ്റായിട്ടുള്ള എന്നാൽ ഉയരം കുറഞ്ഞ ആളാണ്. ഹെർ ഫേസ് വാസ് റിങ്കിൾഡ് ആൻഡ് കൗണ്ട്ലെസ് ലൈൻസ് വർ റണ്ണിങ് ഓൺ ഹെർ ഫേസ്. മുഖത്ത് ധാരാളം ചുളിവുകൾ കാണാം. ഷീ ഓൾവേസ് ഡ്രസ്ഡ് ഇൻ സ്പോട്ട്ലെസ് വൈറ്റ് ക്ലോത്ത്സ്. ധരിച്ചിരിക്കുന്നത് വെള്ള വസ്ത്രങ്ങളാണ്. ഷീ ഹാഡ് ഹെർ ഓൺ തോട്ട്സ് അബൌട്ട് സ്കൂൾസ് ആൻഡ് ദെയർ ടീച്ചിങ്സ്. സ്കൂളുകളെക്കുറിച്ചും അതിലെ അധ്യാപനത്തെക്കുറിച്ചും അവരുടേതായിട്ടുള്ള ചിന്തകൾ വെച്ച് പുലർത്തുന്നവരായിരുന്നു അവർ. ഷീ കൺസിഡേർഡ് ലേണിംഗ് സ്ക്രിപ്ചേഴ്സ് എ ബെറ്റർ തിങ് ദാൻ സ്റ്റഡിയിങ് സയൻസ് ഓർ ഇംഗ്ലീഷ്. അവർ ധരിച്ചിരുന്നത് സ്ക്രിപ്ചേഴ്സിൻ്റെ പഠനം, അതായത് വേദങ്ങളുടെ പഠനമാണ് ഏറ്റവും നല്ലത് എന്തിനേക്കാൾ ദാൻ സ്റ്റഡിയിങ് സയൻസ് ഓർ ഇംഗ്ലീഷ്. ഇംഗ്ലീഷോ അല്ലെങ്കിൽ ശാസ്ത്രമോ പഠിക്കുന്നതിനേക്കാൾ നല്ലത് വേദപഠനമാണ് എന്നവർ ചിന്തിച്ചു. ഷീ ലവ്ഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. She never failed to feed dogs and sparrows who returned the same love to her. നായ്ക്കളെയും കിളികളെയും അവർ ഒരുപാട് സ്നേഹിക്കുകയും അവർക്ക് തീറ്റ കൊടുക്കുകയും ചെയ്തു. അവരാണെങ്കിൽ ആ സ്നേഹം തിരികെ കൊടുക്കുകയും ചെയ്തു. She was not sentimental and over emotional. അത്യധികം ഇമോഷണലായിട്ടുള്ള അതുപോലെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരാളായിരുന്നില്ല, വികാരാധീനയായിരുന്നില്ല അല്ലേ, ചെറിയ കാര്യങ്ങൾക്ക് വിഷമിക്കുന്നവർ ആയിരുന്നില്ല അവർ. She didn't show any emotion and even went to leave the narrator at the railway station when he decided to go to abroad for studies, leaving her alone there. അതിൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. അതായത് നമ്മുടെ നരേറ്റർ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാൻ മുത്തശ്ശിയും പോയിരുന്നു. അവർ പ്രത്യേകിച്ച് ഇമോഷനൊന്നും കാണിച്ചിരുന്നില്ല അല്ലേ. അങ്ങനെ അവർ തനിച്ച നാട്ടിൽ ഇരിക്കേണ്ടി വരും എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിലും അവർക്ക് അധികം വിഷമമൊന്നും പുറത്ത് കാണിക്കാൻ സാധിച്ചില്ല. ഷീ ഈസ് സോ ഓർത്തഡോക്സ് സംടൈംസ് ടു തിങ്ക് മ്യൂസിക് വാസ് നോട്ട് മെന്റ് ഫോർ ജെന്റിൽ ഫോക്ക്. അവർ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽപ്പെട്ട ആളാണ്. യാഥാസ്ഥിതികമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് എന്ന് പറയുന്നത് ജെന്റിലായിട്ടുള്ള മാന്യന്മാർക്ക് പറ്റിയ പണിയല്ല എന്നാണ് പറയുന്നത്. When the author went to the university in seclusion, she would spin the wheel, chant prayers, tell beads and feed breadcrumbs to the sparrows. ഓതർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയ സമയത്ത്, വിദേശത്തേക്ക് പഠിക്കാൻ പോയ സമയത്ത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന മുത്തശ്ശി എന്താണ് ചെയ്യുന്നത്? സ്പിൻ ദ വീൽ, നൂൽക്കും. അതുപോലെ തന്നെ പ്രേയേഴ്സ് ചാൻറ്റ് ചെയ്യും, പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കും. ബീഡ്സ് എണ്ണം, അതായത് പ്രാർത്ഥനാപൂർവം മുത്തുകൾ എണ്ണിക്കൊണ്ടിരിക്കും. ആൻഡ് ഫീഡ് ബ്രെഡ് ക്രംസ് ടു സ്പാരോസ്, കിളികൾക്ക് ബ്രെഡ് കഷ്ണങ്ങളും കൊടുക്കും. വെൻ ഷീ സാങ് ദ ഹോം കമ്മിങ് ഓഫ് ദ വെരിയേഴ്സ് ഫോർ അവേഴ്സ് ആൻഡ് ഡിഡ്ന്റ് സ്റ്റോപ്പ് ഈവൻ വെൻ ഹെർ ഫാമിലി ട്രൈ ടു 1,000 times. ഹോം കമ്മിങ് ഓഫ് വെരിയേഴ്സ് എന്ന് പറയുന്ന പാട്ടും പാടി സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം അല്ലേ, അസുഖബാധിതരായ സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ മണിക്കൂറുകളോളം ഇങ്ങനെ പാട്ടുപാടിയിരുന്നപ്പോൾ ഫാമിലി മെമ്പേഴ്സ് പറയുകയാണ് അതൊന്ന് നിർത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവരെ കൊണ്ട് സാധിച്ചില്ല അല്ലേ, ആരെ കൊണ്ടും അവരുടെ പാട്ട് നിർത്തിക്കാൻ സാധിച്ചില്ല. ഷി വാസ് ബോൾഡ് ഇനഫ് ടു റെക്കഗ്നൈസ് ആൻഡ് ആക്സെപ്റ്റ് ദ അൾട്ടിമേറ്റ് ഫേറ്റ്. അവർക്ക് മരണം എന്നുള്ളത് വലിയ ഭയമുള്ള കാര്യമൊന്നുമായിരുന്നില്ല. ഷി വാസ് ബോൾഡ് ഇനഫ് ടു റെക്കഗ്നൈസ്, അത് തിരിച്ചറിയാനും അതുപോലെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും പുള്ളിക്കാരിക്ക് യാതൊരു പേടിയുണ്ടായിരുന്നില്ല. ഷീ ഡിഡ്ന്റ് വാണ്ട് ടു വേസ്റ്റ് എനി ടൈം talking to anyone, so she lay silently on her bed and chanted her prayers till she died. മരണം വരെ ഒട്ടും സമയം പാഴാക്കാതെ പ്രാർത്ഥനയിൽ മുഴുകി അവർ അങ്ങനെ മരിക്കുകയാണ്. Describe the relationship between the author and his grandmother, or describe the changing relationship. അവരുടെ ബന്ധത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസം എന്തായിരുന്നു? In the beginning of the narrator's school days, both the narrator and his grandmother shared a strong bond. നമ്മുടെ എഴുത്തുകാരൻ്റെ സ്കൂൾ ഡേയ്സിൻ്റെ തുടക്കത്തിൽ നരേറ്ററും അതുപോലെ ഗ്രാൻഡ് മദറും തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ടായിരുന്നു. ദർ വാസ് എ സ്ട്രോങ് ബോണ്ട്.
They were constantly together and were good friends. എപ്പോഴും കൂടെ ഉണ്ടാകും, നല്ല സുഹൃത്തുക്കളായിരുന്നു. She would get him ready for school. ഗ്രാൻഡ് മദർ ആയിരുന്നു കുട്ടിയെ സ്കൂളിലേക്ക് റെഡിയാക്കിയത്. അതുപോലെ accompany him and would come back with him later in the day. അവൻ്റെ കൂടെ പോയതും വൈകുന്നേരം അവൻ്റെ കൂടെ തിരിച്ചു വന്നതും എല്ലാം ആ ഗ്രാൻഡ് മദർ ആയിരുന്നു. She would help him with his studies and would try to teach him prayers every morning. പഠനത്തിൽ സഹായിക്കും. അതുപോലെ കാലത്ത് അവനെ പ്രാർത്ഥനകളും പഠിപ്പിക്കുമായിരുന്നു. When they moved to the city, സിറ്റിയിലേക്ക് അവർ മാറിയപ്പോൾ they often missed each other. അവർക്ക് പരസ്പരം ഒരുപാട് നഷ്ടപ്പെടുകയാണ് അല്ലേ. പരസ്പരം കാണാനുള്ള സാഹചര്യം കുറഞ്ഞു വന്നു. The boy went to the English school alone by bus. ഇംഗ്ലീഷ് സ്കൂളിലാണ് ചേർത്തത്. ഇപ്പോൾ കുട്ടി ഒറ്റയ്ക്കാണ് ബസ്സിൽ പോകുന്നത്. She would not help him with the lessons. മാത്രമല്ല, നേരത്തെ പാഠഭാഗങ്ങളിൽ സഹായിക്കാൻ ഗ്രാൻഡ് മദറിന് സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന് കഴിയുന്നില്ല. She didn't like his new school as they never taught about God or scriptures. പുതിയ സ്കൂള് ഗ്രാൻഡ് മദറിന് ഇഷ്ടമല്ല. കാരണം അതിൽ ദൈവത്തിനെക്കുറിച്ചോ വേദങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ പഠിപ്പിക്കുന്നില്ല. Later, when he started taking music lessons, പിന്നീട് സ്കൂൾ ഡേയ്സിൽ, അതായത് ഇംഗ്ലീഷ് സ്കൂളിലേക്ക് പോകുന്ന പട്ടണത്തിലെ സ്കൂളിൽ പോയി പഠിച്ച സമയത്ത് അവിടെ നിന്ന് മ്യൂസിക് ലെസൺസ് കിട്ടുന്നുണ്ട്. അത് എങ്ങനെയായിരുന്നു? ഷി വാസ് വെരി ഡിസ്റ്റർബ്ഡ് ആൻഡ് കെപ്റ്റ് സൈലൻറ്റ് ടു ഷോ ഹർ ഡിസപ്രൂവൽ ഓഫ് ഇറ്റ്. അങ്ങനെ മ്യൂസിക് പഠിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അവർക്ക് വളരെ വിഷമം തോന്നി. അതുപോലെ തന്നെ കുറച്ചു കാലം മിണ്ടാതിരിക്കുകയും ചെയ്തു അവനോട്. എന്തിനാ? ടു ഷോ ഹർ ഡിസപ്രൂവൽ. താൻ അതിനോട് യോജിക്കുന്നില്ല, മ്യൂസിക് പഠിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി. ഷീ തോട്ട് മ്യൂസിക് വാസ് ഓൺലി ഫോർ ബെഗേഴ്സ് ഓർ ഹാർലറ്റ്സ്. യാചകർക്കും വേശികൾക്കും മാത്രം പറഞ്ഞിട്ടുള്ളതാണ് മ്യൂസിക് എന്നാണ് അവർ വിചാരിച്ചത്. ഷീ ലയർലി ടോക്ക് ടു ഹിം ആഫ്റ്റർ ദാറ്റ്. അതിനുശേഷം അപൂർവമായേ അവനോട് പിന്നീട് സംസാരിച്ചിട്ടുള്ളൂ മുത്തശ്ശി. വെൻ ദ ഓതർ വെൻ ടു യൂണിവേഴ്സിറ്റി ആൻഡ് ദെൻ അബ്രോഡ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടിയും പിന്നീട് വിദേശത്തേക്കും പോയ സമയത്ത് ദ ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് വാസ് ഓൾമോസ്റ്റ് സ്നാപ്ഡ്. അവരുടെ ഫ്രണ്ട്ഷിപ്പിന് വലിയൊരു ആഘാതമുണ്ടാവുകയാണ്. അത് ഫ്രണ്ട്ഷിപ്പിൻ്റേതായിട്ടുള്ള ചരട് പൊട്ടിപ്പോകുന്നു. ഷി വുഡ് സ്പിൻ ദ വീൽ ദ ഹോൾ ഡേ ആൻഡ് ചാൻറ്റ് ഹെർ പ്രേയേഴ്സ്. നൂൽക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഷീ ആക്സെപ്റ്റഡ് ദ സെക്ലൂഷൻ. അങ്ങനെ അവർ സ്വന്തം ഏകാന്തതയെ സ്വീകരിക്കുകയായിരുന്നു. നോ, ദെയർ ഫീലിങ്സ് ഫോർ ഈച്ച് അതർ ഡിഡിൻറ്റ് ചേഞ്ച്. അവർ പരസ്പരമുള്ള ആ ഒരു ബന്ധം, ആ ഒരു ഫീലിങ്സ്, സ്നേഹം ഒരിക്കലും കുറഞ്ഞില്ല. ബട്ട് ഡ്യൂറിങ് ദ ടൈം എ ഡിസ്റ്റൻസ് ഡെവലപ്പ് ബിറ്റ്വീൻ ദം. എന്തായാലും സമയം പോകുന്തോറും അവർക്ക് തമ്മിലൊരു അകലം അതങ്ങനെ കൂടിക്കൂടി വന്നു. ഓൺ ദ ഡേ ഓഫ് ഹിസ് ഹോം കമ്മിങ്, കുട്ടി തിരിച്ചു വരുന്ന, വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദ ഗ്രാൻഡ് മദർ വാസ് സെലിബ്രേറ്റിംഗ് ഇറ്റ്. ഗ്രാൻഡ് മദർ അവൻ്റെ വരവ് ആഘോഷിക്കുകയായിരുന്നു ബൈ സിംഗിങ് ഹോം കമ്മിങ് ഓഫ് വേരിയേഴ്സ്. ഒരു പാട്ട് പാടിക്കൊണ്ട് അല്ലേ. പാട്ട് പാടാൻ രണ്ട് കാരണമുണ്ട്. അവർക്കൊരു പക്ഷേ തൻ്റെ അന്ത്യകാലം അടുത്തു എന്നൊരു ചിന്ത വന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ആ ദിവസം തന്നെ അവർ പാടാൻ കാരണം എന്താ വെച്ചാൽ തൻ്റെ പേരക്കുട്ടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടിയുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെൻഷൻ ദ വേ ഇൻ വിച്ച് ദ സ്പാരോസ് എക്സ്പ്രസ് ദെയർ സോറോ വെൻ ദ ഓതേഴ്സ് ഗ്രാൻഡ് മദർ ഡൈഡ്. ഗ്രാൻഡ് മദർ മരിച്ച സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സ്പാരോസ് എല്ലാം അവരുടെ ദുഃഖം എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തത് അതിനെക്കുറിച്ച് പറയാനാണ് ചോദ്യം. ദ ഗ്രാൻഡ് മദർ യൂസ് ടു ഫീഡ് ദ സ്പാരോസ് ഇൻ ഹെർ വെറാൻഡ ഈച്ച് ഡേ. ഓരോ ദിവസവും സ്പാരോസിന് തീറ്റ കൊടുക്കുന്നത് ഗ്രാൻഡ് മദറിൻ്റെ ഒരു വിനോദമായിരുന്നു. അവർ ചെയ്തിരുന്നു. ഷീ ഡെവലപ്ഡ് എ സ്പെഷ്യൽ റിലേഷൻഷിപ്പ് വിത്ത് ദം. അവരുമായിട്ടൊരു പ്രത്യേക അടുപ്പം അവർ സൂക്ഷിച്ചു. വെൻ ഷി ഡൈഡ്, അവർ മരിച്ചപ്പോൾ തൗസൻഡ്സ് ഓഫ് സ്പാരോസ് എക്സ്പ്രസ് ദെയർ സോറോ ബൈ സിറ്റിംഗ് ഇൻ എ സ്കാറ്റേർഡ് വേ അറൗണ്ട് ഹെർ ഇൻ ദ വരാന്ത. അവർ മരിച്ച സമയത്ത് ആയിരക്കണക്കിന് സ്പാരോസ് അതിൻ്റെ ദുഃഖം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റും അങ്ങനെ വരാന്തയിൽ ഇരുന്നു. ദേ ഡിഡ്ന്റ് ചിയർ അപ്പ്. അവർ ഒച്ചയുണ്ടാക്കിയില്ല. ആൻഡ് ദർ വാസ് കംപ്ലീറ്റ് സൈലൻസ് അല്ലേ. ആകപ്പാടെ സൈലൻ്റ് ആയിരുന്നു അവർ. ദ ഓതേഴ്സ് മദർ ട്രൈ ടു ഫീഡ് ദം ബൈ ബ്രേക്കിംഗ് ദ ബ്രെഡ് ആൻഡ് ത്രോയിങ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദം. ഓതറിൻ്റെ അമ്മ എന്താണ് ചെയ്തത്? ബ്രെഡ് അങ്ങനെ മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി ഏറ്റൊക്കെ മുമ്പിൽ ഇട്ട് കൊടുത്തു. ബട്ട് ദേ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ്. പക്ഷേ അവർ ഒന്നും തന്നെ അവർ തിരിഞ്ഞു നോക്കി തന്നെയല്ല, ഭക്ഷിച്ചതുമില്ല. വെൻ ദ ഫാമിലി ക്യാരി ഗ്രാൻഡ് മദേഴ്സ് കോപ്സ്. അങ്ങനെ ഗ്രാൻഡ് മദറിൻ്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് മാറ്റിയപ്പോൾ ദേ ഓൾ ഫ്ലൂ അവേ ക്വയറ്റ്ലി. നിശബ്ദം. അവരെല്ലാം അവിടെ നിന്ന് പറന്നുപോയി.
അടുത്ത ചോദ്യം, why the author's grandmother was disturbed when he started going to the city English school. ഇംഗ്ലീഷ് സ്കൂളിലേക്ക് ഗ്രാൻഡ് ചൈൽഡ് പോയ സമയത്ത് എന്തുകൊണ്ടാണ് ആ മുത്തശ്ശിക്ക് അത്ര അസ്വസ്ഥത ഉണ്ടാകാൻ കാരണം നോക്കാം. They both had a good friendship when they were at the village. വില്ലേജിലായിരുന്ന സമയത്ത് അവർക്ക് പരസ്പരം നല്ല അടുപ്പമുണ്ടായിരുന്നു. She used to wake him up. അവനെ ഉണർത്തിയിരുന്നത്. അതുപോലെ തന്നെ ഗോട്ട് റെഡി ആൻഡ് വുഡ് ഓൾസോ അക്കമ്പനി ഹിം ടു സ്കൂൾ. അവനെ സ്കൂളിലേക്ക് പോകാൻ റെഡിയാക്കിയത്, അവൻ്റെ സ്കൂളിലേക്ക് ഒപ്പം പോയത് എല്ലാം മുത്തശ്ശിയായിരുന്നു. ഓൾ ദീസ് ചേഞ്ച്ഡ് വെൻ ദേ മൂവ് ടു ദ സിറ്റി. എല്ലാം മാറി സിറ്റിയിലേക്ക് അവർ താമസം മാറ്റിയപ്പോൾ. ദ ഗ്രാൻഡ് മദർ വാസ് ഡിസ്റ്റർബ്ഡ് ആസ് ഷീ നോ ലോnger കുഡ് ഹെൽപ്പ് ഹിം ഇൻ ഹിസ് ലെസൺസ്. അവൻ്റെ പാഠങ്ങളിൽ സഹായിക്കാൻ കഴിയാത്തതുകൊണ്ട് ഗ്രാൻഡ് മദറിന് വിഷമമുണ്ടാകുന്നു. At the English school, there were no teachings about God and scriptures. മാത്രമല്ല, ഇംഗ്ലീഷ് സ്കൂളിൽ ഗോഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പഠിപ്പിച്ചില്ല. ഷീ ഡിഡ്ന്റ് ലൈക്ക് ഹിം ടേക്കിംഗ് ദ മ്യൂസിക് ലെസൺസ്. മാത്രമല്ല, കുട്ടി മ്യൂസിക് പഠിക്കുന്നത് അവർ ഇഷ്ടപ്പെട്ടതുമില്ല. അക്കോർഡിംഗ് ടു ഹർ, മ്യൂസിക് വാസ് ഓൺലി ഫോർ ബെഗേഴ്സ് ആൻഡ് ഹാർലെറ്റ്സ്. ബെഗേഴ്സിനെയും ഹാർലെറ്റ്സിനെയും ഉദ്ദേശിച്ച് മാത്രമാണ് മ്യൂസിക് എന്നായിരുന്നു ഗ്രാൻഡ് മദറിൻ്റെ അഭിപ്രായം. തറവാടികൾക്ക് ചേർന്നതല്ല മ്യൂസിക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ 3 phases ഓഫ് ദ author's relationship with his grandmother before he left the country to study abroad. വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഓതറും അതുപോലെ തന്നെ അവൻ്റെ മുത്തശ്ശിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അല്ലേ. അതൊരു 3 phases, 3 ഘട്ടങ്ങളായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് 3 ഘട്ടങ്ങൾ എന്നാണ്. The 3 phases of Odhir's relation with his grandmother before he left the country to study abroad are follows. താഴെ കൊടുത്തിരിക്കുന്നതാണ് 3 ഘട്ടങ്ങൾ. ഒന്നാമത്തെ, ഫസ്റ്റ് ഫേസ്, ദ പീരിയഡ് ഓഫ് ഹിസ് ഏർലി ചൈൽഡ്ഹുഡ് വെയർ ഹി യൂസ് ടു ലിവ് വിത്ത് ഹർ ഇൻ എ വില്ലേജ്. അതാണ് വില്ലേജ് ഡേയ്സ് ആണ്, ഏർലിയർ സ്കൂൾ ഡേയ്സ് ആണ് അവൻ്റെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് മദർ യൂസ് ടു വേക്ക് ഹിം അപ്പ് ആൻഡ് ഗെറ്റ് ഹിം റെഡി ഫോർ സ്കൂൾ. ദേ ബോത്ത് വുഡ് വാക്ക് ടു സ്കൂൾ ടുഗെദർ ആൻഡ് കം ബാക്ക് ഹോം ടുഗെദർ. പോയതും തിരിച്ചു വന്നതും ഒരുമിച്ച്. ദേ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഈച്ച് അതർ. പരസ്പരം നല്ലൊരു സൗഹൃദം. സെക്കൻഡ് ഫേസിലാണെങ്കിലോ, ഇൻ ദിസ് ഫേസ് ദ ഓതർ ആൻഡ് ഹിസ് ഗ്രാൻഡ് മദർ ഷിഫ്റ്റഡ് ടു ദ സിറ്റി ആസ് ദ ഓതേഴ്സ് പാരൻസ് സെറ്റിൽ വെൽ ഇൻ ദ സിറ്റി. ഓതറിൻ്റെ പാരൻസ് സിറ്റിയിൽ പോയതുകൊണ്ട് ഗ്രാൻഡ് മദറും അതുപോലെ തന്നെ ഓതറും എങ്ങോട്ട് മാറ്റപ്പെടുന്നു, സിറ്റിയിലേക്ക് അല്ലേ. ഓൾദോ ദേ ഷെയർഡ് ദ സെയിം റൂം. ഒരേ റൂമിലായിരുന്നെങ്കിലും ദിസ് വാസ് ദ ടേണിംഗ് പോയിൻ്റ് ഓഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ്. അവിടെ ഒരു ടേണിംഗ് പോയിൻ്റ് സംഭവിക്കുകയാണ്. ദെൻ ദേ സോ ലെസ് ഓഫ് ഈച്ച് അതർ. പരസ്പരമുള്ള അവരുടെ മീറ്റിംഗ് കുറഞ്ഞു വന്നു. തേർഡ് ഫേസ്, വെൻ ദ ഓതർ വെന്റ് ടു ദ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോയപ്പോൾ ഹി വാസ് ഗിവൺ എ റൂം ഓഫ് ഹിസ് ഓൺ. സ്വന്തമായിട്ട് ഒരു റൂം കിട്ടി. ഒരേ റൂമിൽ പോലും അല്ല താമസം. ദീസ് മെയ്ഡ് ദിസ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് വീക്കർ ആസ് ദ കോമൺ ലിങ്ക് ബിറ്റ്വീൻ ദ സെയിം റൂം സ്നാപ്ഡ്. അവർക്ക് പരസ്പരം വലുതായപ്പോൾ ഉണ്ടായിരുന്ന ഒരേ ഒരു ബോണ്ട് എന്ന് പറയുന്നത് സെയിം റൂമായിരുന്നു അല്ലേ, ഓരോ റൂമിൽ താമസിക്കുന്നതായിരുന്നു. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു, യൂണിവേഴ്സിറ്റി ലൈഫ് ആയപ്പോഴത്തേക്ക് ആ സെയിം റൂം എന്നുള്ള ആ ഒരു കോമൺ ലിങ്ക് സ്നാപ്പായിപ്പോയി, പൊട്ടിപ്പോയി. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വീക്കറായി മാറി എന്നാണ്. ഷീ ബിക്കെയിം ക്വയറ്റർ ആൻഡ് പ്രൈവറ്റ് ആൻഡ് കെപ്റ്റ് ദ സ്പിന്നിങ് വീൽ ഓൾ ദ ഡേ. നിശബ്ദയായി മാറി അവർ, ക്വയറ്ററായി, അതുപോലെ തന്നെ പ്രൈവറ്റ് അല്ലേ, ഏകാഗിയായി, അതുപോലെ ആൻഡ് കെപ്റ്റ് ദ സ്പിന്നിങ് വീൽ ഓൾ ഡേ ലോങ്. ദിവസം മുഴുവൻ അവർ എന്ത് ചെയ്തു, ഒരു സ്പിന്നിങ് വീൽ, നൂൽക്കുന്ന പണി തുറന്നുകൊണ്ടേയിരുന്നു. ഷീ വുഡ് ഫീഡ് ദ സ്പാരോസ് വൺസ് എ ഡേ ആൻഡ് ദിസ് വാസ് ദ ഓൺലി തിങ് ദാറ്റ് മെയ്ഡ് ഹർ ഹാപ്പി നൗ. സ്പാരോസിനെ തീറ്റുന്നത് മാത്രമായിരുന്നു അവർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഗ്രാൻഡ് മദർ സ്പെൻഡ് ഹെർ ഡേയ്സ് വെൻ ഷി വാസ് അലോൺ. ഒറ്റയ്ക്കായിരുന്നപ്പോൾ എങ്ങനെയാണ് സമയം ചെലവഴിച്ചത്, നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. എങ്ങനെയാണ് സ്പിന്നിങ് വീലിൻ്റെ മുമ്പിലും, അതുപോലെ തന്നെ റിസൈറ്റിംഗ് പ്രേയേഴ്സ്, പ്രാർത്ഥനകൾ ഒരു വീട്ടും, ഫീഡിങ് സ്പാരോസ് അല്ലേ, ആൻഡ് ഫീഡിങ് സ്പാരോസിന് തീറ്റ കൊടുത്തു. ഡു യു തിങ്ക് ദ ഗ്രാൻഡ് മദർ വാസ് എ സ്ട്രോങ് വുമൻ? വൈ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഗ്രാൻഡ് മദറിനെ സ്ട്രോങ് ആയിട്ട് കണക്കാക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ഗ്രാൻഡ് മദർ സ്ട്രോങ് ആണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ്, ഷി വാസ് എ സ്ട്രോങ് വുമൻ. ഷീ ഹാഡ് ഹെർ ഓൺ കോൺസെപ്റ്റ്സ് റിഗാർഡിങ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് സ്വന്തമായി അഭിപ്രായമുള്ള ആൾ. ഇറ്റ് വാസ് അൺചേഞ്ചിങ്. ഒരിക്കലും ആ അഭിപ്രായം മാറ്റുന്നില്ല.
She disregarded the education that the narrator got from the English school. സ്വന്തമായിട്ട് വിദ്യാഭ്യാസത്തെക്കുറിച്ചൊരു ധാരണയുള്ളതുകൊണ്ട് ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് കിട്ടിയ എഡ്യൂക്കേഷൻ ഒരിക്കലും അവർക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ല. ഷീ ഓപ്പൺലി സെറ്റ് ഹർ ഡിസ്ലൈക്കിംഗ് ടുവേർഡ്സ് ലേണിംഗ് മ്യൂസിക്. അവർ മ്യൂസിക്കിനോടുള്ള ഡിസ്ലൈക്ക് തുറന്നു പറയുകയും ചെയ്യുന്നു. ഷി വാസ് റെഡി ടു ആക്സെപ്റ്റ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. അവർ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കാൻ മനസ്സുള്ളവരായിരുന്നു. അതാണ് ലൈക്ക് സെക്ലൂഷൻ ആൻഡ് ഡെത്ത് അല്ലേ. ഗ്രാൻഡ് സൺ പോയി കഴിഞ്ഞാലും ഏകാന്തത സ്വീകരിക്കാൻ അവർ റെഡിയായി. അതുപോലെ തന്നെ മരണവും അക്സെപ്റ്റ് ചെയ്യാൻ അവർ റെഡിയായി. ഷി വാസ് നോട്ട് അറ്റ് ഓൾ സെൻറ്റിമെൻ്റൽ ആസ് വി സോ ഇറ്റ് വെൻ ഷീ സെൻസ് ഹർ ഗ്രാൻഡ് സൺ അബ്രോഡ്. അത്രത്തോളം സെൻറ്റിമെൻ്റൽ ഇമോഷണൽ ഒന്നും ആയിരുന്നില്ല ഗ്രാൻഡ് മദർ. അതുകൊണ്ടാണ് ഗ്രാൻഡ് സണ്ണിനെ വിദേശത്തേക്ക് അയച്ചപ്പോൾ അത്ര ഇമോഷണലൊന്നും ആകാതിരുന്നത് നമ്മുടെ ഗ്രാൻഡ് മദർ. ഷി വാസ് ബോൾഡ് ഇനഫ് ടു റിസീവ് ദ അൾട്ടിമേറ്റ് ഫെയ്റ്റ്. നേരത്തെ പറഞ്ഞ പോലത്തെ മരണത്തിന് മുമ്പിൽ തോൽവി സംബന്ധിച്ച് വല്ലാതെ വിഷമിപ്പിക്കുന്ന ആളൊന്നുമായിരുന്നില്ല അല്ലേ. മരണത്തെ ധൈര്യപൂർവ്വം റിസീവ് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. ദ ഓതേഴ്സ് ഗ്രാൻഡ് മദർ വാസ് എ റിലീജിയസ് പേഴ്സൺ. ഹൗ ഡു വി കം ടു നോ ദിസ്? മതനിഷ്ഠയുള്ള ആളായിരുന്നു ഗ്രാൻഡ് മദർ. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാം? When she lived in the village with the author, she used to sing prayers in a monotonous sound while getting him ready each morning. ഓരോ ദിവസവും കുട്ടിയെ സ്കൂളിലേക്ക് അയക്കാൻ നേരം അപ്പോഴും പ്രാർത്ഥനാ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന അല്ലേ, മൊണോട്ടണസ് ആയിട്ട് ഒരേ ടോണിൽ, പ്രത്യേകിച്ച് രാഗവിസ്താരവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സാധാരണ ഉരുവിടുന്നത് പോലെ ഉരുവിട്ടുകൊണ്ട്, പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് കുട്ടിയെ പുറപ്പെടുവിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഷീ യൂസ് ടു അക്കംപനി ദ ഓതർ ടു ഹിസ് സ്കൂൾ ആൻഡ് ദെൻ വിസിറ്റ് ദ ടെമ്പിൾ അറ്റാച്ച് ടു സ്കൂൾ എവറി ഡേ. കുട്ടിയുടെ കൂടെ സ്കൂളിലേക്ക് പോകുന്നു. അതിൻ്റെ പിന്നിലൊരു രഹസ്യം കൂടിയുണ്ട്. ദെൻ ദർ ഈസ് എ ടെമ്പിൾ അറ്റാച്ച് ടു സ്കൂൾ എവറി ഡേ. അവിടെ ഒരു അമ്പലം, ഒരു ക്ഷേത്രമുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തോട് ചേർന്നിട്ട്. അവിടെ പോകാനാണ്. ഷീ വുഡ് സിറ്റ് ആൻഡ് റീഡ് സ്ക്രിപ്ചേഴ്സ്. അവിടെ ചെന്നിട്ട് സ്ക്രിപ്ചേഴ്സ് വായിക്കൽ ഒരു ശീലമായിരുന്നു. ലേറ്റർ, പിന്നീട് വെൻ ദേ മൂവ് ടു ദ സിറ്റിയിലേക്ക് പോയപ്പോൾ ഷീ വുഡ് ക്യാരി ദ ബീഡ്സ് ഓഫ് ദ റോസറി. തൻ്റെ ജപമാലയും കയ്യിലേന്തിയിരുന്നു വിത്ത് ഹർ ഓൾ ദ ടൈം, എല്ലാ സമയത്തും. ഷീ വുഡ് കണ്ടിന്യൂസ്ലി ചാൻറ്റ് ഹർ പ്രേയേഴ്സ്. എപ്പോഴും പ്രാർത്ഥിച്ചു. ആൻഡ് ഹർ ഹാൻഡ് റിമൈൻ ബിസി ഇൻ ടെല്ലിംഗ് ദ ബീഡ്സ്. ജപമാലയിലെ മുത്തുകൾ എണ്ണിക്കൊണ്ട് ഏതു നേരവും അവരിരുന്നു. വെൻ ദ ഓതർ വെൻ ടു സ്റ്റഡി അറ്റ് ദ യൂണിവേഴ്സിറ്റിയിലേക്ക് ഓതർ പഠിക്കാൻ പോയപ്പോൾ ഷീ വെൻറ്റ് ഇൻ ടു സെക്ലൂഷൻ. ഏകാന്തതയിലേക്ക് മാറ്റപ്പെടുകയാണ് അവർ. ആൻഡ് സ്പെൻഡ് ഹർ ഓൾ ഡേ ഇൻ ചാൻറ്റിങ് പ്രേയേഴ്സ്. പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട് തൻ്റെ ദിവസം മുഴുവൻ അവർ ചിലവഴിച്ചു. ഈവൻ ഹർ ഡെത്ത് വാസ് വിത്ത് പ്രേയേഴ്സ്. അവരുടെ മരണം പോലും പ്രാർത്ഥനകൾക്കിടയിലായിരുന്നു. Mention the odd way in which the author's grandmother behaved just before she died. മരണത്തിന് മുമ്പ് എത്ര വിചിത്രമായിട്ടാണ് ഗ്രാൻഡ് മദർ പെരുമാറിയത്. ആ വിചിത്രമായ രീതിയെക്കുറിച്ച് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ഷീ ഡിഡ്ന്റ് പ്രേ ദ ഈവനിങ് ബിഫോർ ഡൈയിങ്. മരണത്തിന് തൊട്ട് തലേന്ന് അവർ പ്രാർത്ഥിച്ചില്ല. ഷീ കളക്റ്റഡ് വിമൻ ഫ്രം ദ നെയ്ബർഹുഡ് ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ് ഹോം കമ്മിങ് ഓഫ് ദ വെരിയേഴ്സ് തമ്പിങ് ഓൺ ഡ്രം. ചെണ്ട കൊട്ടിക്കൊണ്ട് അയൽവാസികളായ സ്ത്രീകളെയെല്ലാം ഒരുമിപ്പിച്ച് കൂട്ടി അവർ പാട്ടുപാടി രസിക്കുകയായിരുന്നു. ദ നെക്സ്റ്റ് മോർണിംഗ് വെൻ ഷീ ഫെൽ ഇൽ ഷീ സെറ്റ് ഹെർ എൻഡ് വാസ് നിയർ. പിറ്റേ ദിവസം രാവിലെ അസുഖബാധിതരായ അവർ തൻ്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. ഷീ സ്റ്റാർട്ടഡ് പ്രേയിങ് പീസ്ഫുള്ളി വൈൽ ലേയിങ് ഓൺ ഹെർ ബെഡ്. പിന്നീട് സ്വന്തം വീട്ടിൽ കിടന്നുകൊണ്ട് അവർ പ്രാർത്ഥന തുടർന്നു. ഷീ റെഫ്യൂസ് ടു ടോക്ക് ടു എനിവൺ ഡ്യൂറിങ് ഹെർ ലാസ്റ്റ് അവേഴ്സ്. അവരുടെ അവസാന മണിക്കൂറുകളിൽ ആരോടും തന്നെ സംസാരിച്ചില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമൻറ്റ് ഓൺ ദ വേ ഇൻ വിച്ച് ദ സ്പാരോസ് എക്സ്പ്രസ് ദെയർ സോറോ വെൻ ദ ഓതേഴ്സ് grandmother died. The grandmother developed a special relationship with sparrows by feeding them in her veranda each day. ഇപ്പോൾ സ്പാരോസ് എങ്ങനെയാണ് അവരുടെ ദുഃഖം എക്സ്പ്രസ് ചെയ്തത് ഗ്രാൻഡ് മദർ മരിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് ഉത്തരം? ഗ്രാൻഡ് മദറിന് സ്പാരോസുമായിട്ട് ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് റിലേഷൻഷിപ്പ് ഉണ്ടായത്? ബൈ ഫീഡിങ് ദം. അവർക്ക് തീറ്റ കൊടുത്തിട്ട് വരാന്തയിൽ വെച്ച് എന്നും തീറ്റ കൊടുക്കുമായിരുന്നു. വെൻ ഷി ഡൈഡ്
thousands of sparrows expressed their sorrows by sitting in a scattered way around her in the veranda. മരിച്ച സമയത്ത് ഈ സ്പാരോസ് എല്ലാവരും ചുറ്റും കൂടി ചിതറിയിരിക്കുകയാണ് ആ വരാന്തയിലുടനീളം. They didn't cheer up. അവരൊരിക്കലും ഒച്ചയുണ്ടാക്കിയില്ല. And there was complete silence. അല്ലേ, ആകെപ്പാടെ സൈലൻ്റ് ആയിരുന്നു. The author's mother tried to feed them by breaking the bread and throwing it in front of them. ഓതറിൻ്റെ അമ്മയാകട്ടെ അവർക്ക് സാധാരണ ഗ്രാൻഡ് മദർ ചെയ്യുന്നത് പോലെ ബ്രെഡ് ക്രംസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? They didn't eat anything. ഒന്നും തന്നെ അവ ഭക്ഷിച്ചില്ല. When the family carried grandmother's corpse, they flew away quietly. നേരത്തെ പറഞ്ഞ ഉത്തരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഗ്രാൻഡ് മദറിൻ്റെ ശവശരീരം അവിടെ നിന്ന് എടുത്തപ്പോൾ അവരെല്ലാവരും അവിടെ നിന്ന് പറന്നുപോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why does the author say that his grandmother was like everybody's grandmother? എല്ലാവരുടെയും ഗ്രാൻഡ് മദറിനെ പോലെ തന്നെയാണ് തൻ്റെയും എന്ന് എന്തുകൊണ്ടാണ് എഴുത്തുകാരൻ പറഞ്ഞത്? She was a very old woman with wrinkled skin, as any grandmother. അല്ലേ, എല്ലാ ഗ്രാൻഡ് മദറിനെയും പോലെ ഇവരുടെ തൊലിയും അങ്ങനെ റിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ചുക്കിച്ചുളിഞ്ഞ തൊലിയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the author can't imagine his grandmother playing games in her childhood. Why? ഓതറിനൊരിക്കലും തൻ്റെ ഗ്രാൻഡ് മദർ കുട്ടിക്കാലത്ത് കളിച്ചിരുന്നതായിട്ട് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. എന്തായിരിക്കും കാരണം? The grandmother, as known to the author since his childhood, was the same terribly wrinkled old lady. ഇപ്പോൾ ഗ്രാൻഡ് മദർ നമ്മുടെ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം മൂപ്പരുടെ കുട്ടിക്കാലം മുതൽ കാണുന്നത് ഇതുപോലെ ചുക്കിച്ചുളിഞ്ഞ തൊലിയുള്ള വയസ്സായ സ്ത്രീയായിട്ടാണ്. She had stayed at the same age for the last 20 years. ലാസ്റ്റ് 20 വർഷത്തോളമായിട്ട് പുള്ളിക്കാരി അതേ രീതിയിലാണ്, ഒരേ ഏജിലാണ് തുറന്നു പോകുന്നത്. ഒരു മാറ്റവും അപ്പിയറൻസിൽ സംഭവിച്ചിട്ടില്ല. The boy was unable even to think that the grandmother had had a beautiful childhood and youth. ആ കുട്ടിക്ക് തൻ്റെ ഗ്രാൻഡ് മദറിനൊരു കുട്ടിക്കാലമോ അല്ലെങ്കിൽ യൗവനമോ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. So the author can't imagine his grandmother playing games in her childhood. അതുകൊണ്ടാണ് ഗ്രാൻഡ് മദർ ചെറുപ്പക്കാലത്ത് കുട്ടിക്കാലത്ത് കളിച്ചിരുന്നു എന്ന് വിശ്വസിക്കാൻ ഓതറിന് കഴിയാതെ പോയത്. അടുത്ത ചോദ്യം, why did the grandmother always accompany the author to his school? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദർ കുട്ടിയുടെ കൂടെ എപ്പോഴും സ്കൂളിലേക്ക് പോയത്? The school was attached to the temple. അതാണ് കാരണം അല്ലേ. She was a religious person. അതുകൊണ്ട് തന്നെ സ്കൂൾ എന്ന് പറയുന്നത് ടെമ്പിളിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. The priest taught the alphabet and the morning prayer. അവിടുത്തെ പുരോഹിതനാണെങ്കിൽ ആൽഫബറ്റ് പഠിപ്പിച്ചു, അതുപോലെ തന്നെ പ്രഭാതത്തിലെ പ്രാർത്ഥനകളും. When the school went on, സ്കൂൾ നടക്കുന്ന സമയത്ത് the grandmother sat inside the temple. ഗ്രാൻഡ് മദർ ആണെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടും. എങ്ങനെ? റീഡിങ് സ്ക്രിപ്ചേഴ്സ്, വേദങ്ങൾ വായിച്ചുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഡിസ്ക്രൈബ് ബൈ ദ റൈറ്റർ? എങ്ങനെയാണ് ഗ്രാൻഡ് ഫാദറിനെ റൈറ്റർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്? കുഷൻ സിംഗ് ഡിസ്ക്രൈബ്സ് ഹിസ് ഗ്രാൻഡ് ഫാദർ ആസ് ഹി വാസ് പെയിൻറ്റഡ് ഇൻ ദ പോർട്രേറ്റ് ദാറ്റ് വാസ് ഹങ് എബോവ് ദ മാൻറ്റൽ പീസ്. അവിടുത്തെ നെരിപ്പോടിൻ്റെ മുകളിൽ തൂക്കിയ ഒരു ഛായാചിത്രം, അതിൻ്റെ ബലത്തിലാണ് ഗ്രാൻഡ് ഫാദറിനെ നമ്മുടെ ഓതർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, വിവരിച്ചിട്ടുള്ളത്. ഹി വോർ എ ബിഗ് ടർബൻ, വലിയൊരു തലപ്പാവ് ധരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ്, അയഞ്ഞ വസ്ത്രങ്ങളും. ഹി ഹാഡ് എ ലോങ് വൈറ്റ് ബെയർഡ് ആൻഡ് ഹി ലുക്ക്ഡ് അറ്റ്ലീസ്റ്റ് 100 years old. 100 വർഷം പ്രായമുള്ള ഒരാളെ പോലെയുണ്ട്, നീണ്ട വെളുത്ത താടിയുമുണ്ട്. He looked like the kind of person who could have only lots and lots of grandchildren. അദ്ദേഹത്തെ കണ്ടാൽ തോന്നുക ഒരുപാട് പേരക്കുട്ടികൾ മാത്രമുള്ള ഒരാളായിട്ടാണ്, അത്ര പ്രായമുള്ള ഒരു വ്യക്തിയാണ്. What was the turning point in the writer's friendship with his grandmother? ഗ്രാൻഡ് മദറുമായിട്ടുള്ള നമ്മുടെ എഴുത്തുകാരൻ്റെ ഫ്രണ്ട്ഷിപ്പിലുള്ള ടേണിംഗ് പോയിൻ്റ് എന്തായിരുന്നു? The grandmother and the writer fully enjoyed each other's company as long as they lived by themselves. After some time, his parents, who had comfortably settled in the city, sent for them. ഇപ്പോൾ മര്യാദയ്ക്ക് ജീവിതം ആസ്വദിച്ചു പോകുന്ന, ഫ്രണ്ട്ഷിപ്പ് ആസ്വദിച്ചു പോകുന്ന ഗ്രാൻഡ് മദറും പേരക്കുട്ടിയും, പാരൻസ് സിറ്റിയിൽ സെറ്റിലായ സമയത്ത് അവരെ വിളിപ്പിച്ചു.
their moving to the city was the turning point. അപ്പോൾ അവരുടെ സിറ്റിയിലേക്കുള്ള മാറ്റമായിരുന്നു ജീവിതത്തിലുണ്ടായിരുന്ന വഴിത്തിരിവ്. She could no longer accompany him to school. സ്കൂളിലേക്ക്, നഗരത്തിലെ സ്കൂളിലേക്ക് അക്കമ്പനി ചെയ്യാൻ ആ മുത്തശ്ശിക്ക് സാധിച്ചില്ല. അതുപോലെ തന്നെ nor help him with his studies. അവൻ്റെ പഠിത്തത്തിൽ അവനെ സഹായിക്കാനും മുത്തശ്ശിക്ക് കഴിഞ്ഞില്ല. What reaction did the writer expect from his grandmother when he was going abroad? അവൻ വിദേശത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് മുത്തശ്ശിയിൽ നിന്നും അവൻ പ്രതീക്ഷിച്ചത്? He thought that his grandmother would be upset about his decision to go abroad. അവൻ വിചാരിച്ചു താൻ അബ്രോഡ് പോവുകയാണെങ്കിൽ, വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഗ്രാൻഡ് മദറിനെ അത് അപ്സെറ്റ് ആക്കുമെന്ന്. At her age, he was not sure what would happen. അവരുടെ ഈ പ്രായത്തിൽ അവർക്ക് എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. As he was going away for 5 years, കാരണം 5 വർഷത്തെ ഇടവേളയുണ്ടല്ലേ, 5 വർഷത്തിന് ശേഷം മാത്രമേ തിരിച്ചു വരികയുള്ളൂ. When she kissed him goodbye on his forehead, ഇപ്പോൾ അവസാന ചുംബനം നൽകിയ സമയത്ത്, പോകാൻ നേരത്ത് നെറ്റിയിൽ ചുംബിച്ചപ്പോൾ, he thought that, അവൻ വിചാരിച്ചത് perhaps it was the last sign of physical contact between them. അവർ തമ്മിലുള്ള അവസാനത്തെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആയിരിക്കും അത്, ശാരീരിക സ്പർശമായിരിക്കും അത് എന്നാണ് അവൻ വിചാരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വാസ് ഗ്രാൻഡ് മദേഴ്സ് ഫേവറേറ്റ് പാസ്റ്റൈം ഡ്യൂറിങ് ദ ഹാപ്പിയസ്റ്റ് അവേഴ്സ് ഓഫ് ദ ഡേ? അവരുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസത്തിൽ ഗ്രാൻഡ് മദറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേരം പോക്ക് എന്തായിരുന്നു, പാസ്റ്റ് ടൈം എന്തായിരുന്നു? For Kushan Singh's grandmother, there was no other pastime and happier activity than that of feeding the sparrows in the afternoon for half an hour. അരമണിക്കൂർ സ്പാരോസിന് തീറ്റ കൊടുക്കുകയായിരുന്നു അത്, അല്ലേ? The sparrows could be seen perched on her butt, were never shooed away by her. Sparrows could be seen perched on her. ഒരുപക്ഷെ അവരുടെ മുകളിൽ, അവരുടെ ശരീരത്തിന് മുകളിൽ പോലും അവ വന്ന് പേർച്ച് ചെയ്തു, സെറ്റിൽ ചെയ്യാൻ, റെസ്റ്റ് ചെയ്യാൻ. ബട്ട് ഷീ നെവർ ഷൂഡ് ദം അവേ. അവരെ ഒരിക്കലും ആട്ടി ഓടിച്ചില്ല ആ മുത്തശ്ശി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how did the grandmother react when their common link of friendship was snapped? അവരുടെ ബന്ധത്തിൻ്റെ കോമൺ ലിങ്ക് നമുക്കറിയാം, നേരത്തെ പറഞ്ഞിരുന്നു ആ കോമൺ ലിങ്ക് എന്താണെന്ന്. ദേ ഷെയർഡ് ദ സെയിം റൂം, അല്ലേ? അതായിരുന്നു അവരുടെ കോമൺ ലിങ്ക് എന്ന് പറയുന്നത്. അത് പൊട്ടിപ്പോയപ്പോൾ എങ്ങനെയാണ് ഗ്രാൻഡ് മദർ പ്രതികരിച്ചത്? Okay, let's see. The writer and the grandmother were separated when he went to university because he was given a room of his own. സ്വന്തമായിട്ട് മുറി കിട്ടി യൂണിവേഴ്സിറ്റി സ്റ്റഡിക്ക് പോയപ്പോൾ. Earlier he shared one with his grandmother. മുമ്പായിരുന്നെങ്കിൽ അവൻ മുത്തശ്ശിയുടെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്, ഒരേ റൂമിലായിരുന്നു. She accepted her seclusion with resignation. ക്ഷമാപൂർവം അവർ അവരുടെ ഏകാന്തത അക്സെപ്റ്റ് ചെയ്തു. She rarely left her spinning wheel to talk to anyone. പിന്നീട് ആരോടും വല്ലാതെ ഒന്നും സംസാരിച്ചില്ല. എപ്പോഴും സ്പിന്നിങ് വീലിൻ്റെ നൂൽക്കൽ യന്ത്രത്തിൻ്റെ അടുത്തായിരുന്നു. From sunrise to sunset, she sat by her wheel, spinning and reciting prayers. ഉദയം മുതൽ അസ്തമനം വരെ അവർ ആ സ്പിന്നിങ് വീലിൻ്റെ അടുത്ത് പ്രാർത്ഥനകളും ചൊല്ലിയിരുന്നു. Why did the narrator think that the grandmother's kiss was the last sign of physical contact between them? അപ്പോൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് ഗ്രാൻഡ് മദർ കിസ് ചെയ്തു. അവർ തമ്മിലുള്ള അവസാനത്തെ ഫിസിക്കൽ കോണ്ടാക്റ്റ് ആയിരിക്കാം അത് എന്ന് നരേറ്റർ വിചാരിക്കാൻ കാര്യം എന്താണ്? The grandmother kissed the forehead of the narrator before he left for abroad. The narrator considered it as the last sign of physical contact. എന്താണ് കാരണമെന്ന് പറയുന്നുണ്ട്. He might not see her again. ഒരുപക്ഷെ ഇനി അങ്ങോട്ട് അവരെ കാണാൻ സാധിച്ചു എന്ന് വരില്ല. He did not expect his old grandmother to live for 5 more years. അവൻ ഉറപ്പില്ല ഇനിയും 5 വർഷക്കാലം, 5 വർഷം കഴിഞ്ഞേ തിരിച്ചു വരുള്ളൂ, അത്രത്തോളം കാലം ഗ്രാൻഡ് മദർ ജീവിച്ചിരിക്കുമെന്ന്. She was a terribly old lady. വല്ലാതെ വയസ്സായ ഒരു സ്ത്രീയായിരുന്നു അവർ. നെക്സ്റ്റ് വൺ, why did the writer listen to the grandmother's prayers while he was young? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദറിൻ്റെ പ്രാർത്ഥനകളെ നമ്മുടെ എഴുത്തുകാരൻ ശ്രദ്ധിക്കാൻ കാരണം? The author's grandmother used to say her prayers aloud. ഉറക്കെ ഗ്രാൻഡ് മദർ പ്രയർ ചെയ്യുമായിരുന്നു. ആസ് ഷീ ഗോട്ട് ഹിം റെഡി ടു ഗോ ടു സ്കൂൾ. അവനെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാക്കുമ്പോൾ. ഷീ ഹോപ്പ് ദാറ്റ്, അവരുടെ വിചാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഹി വുഡ് ലിസൺ ആൻഡ് ഗെറ്റ് ടു നോ ദം ബൈ ഹാർട്ട്. തൻ്റെ പ്രാർത്ഥനകളെല്ലാം മനഃപ്പാഠമാക്കും ആ കുട്ടി എന്നായിരുന്നു മുത്തശ്ശിയുടെ പ്രതീക്ഷ.
ഹി നെവർ ബോതേർഡ് ടു ലേൺ ഇറ്റ്. പക്ഷേ കുട്ടി ഒരിക്കലും അതിന് മെനക്കെട്ടില്ല. ഹി ഓൺലി ലിസൺ ടു ഹർ വോയിസ് ബിക്കോസ് ഹി ലവ്ഡ് ഇറ്റ്. അവൻ മുത്തശ്ശിയുടെ വോയിസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ആ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കാനൊരു മനസ്സ് ഉണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹെർ ലൈഫ് ഗ്രാൻഡ് മദർ ഡിഡ് നോട്ട് പ്രേ. വൈ? ജീവിതത്തിൽ ആദ്യമായിട്ട് ഗ്രാൻഡ് മദർ പ്രാർത്ഥിച്ചില്ല. എന്തുകൊണ്ട്? ഷീ മേ ഹാവ് ബീൻ സെലിബ്രേറ്റിംഗ് ദ റിട്ടേൺ ഓർ ഹോം കമ്മിങ് ഓഫ് എ ഗ്രാൻഡ് സൺ ബൈ അറേഞ്ചിങ് എ കൺസേർട്ട് കളക്ടിങ് ദ നെയ്ബറിംഗ് വുമൺ. ഒരുപക്ഷെ തൻ്റെ പേരക്കുട്ടിയുടെ തിരിച്ചുവരവ്, അല്ലെ വിദേശത്തു നിന്നുള്ള തിരിച്ചുവരവ് ആഘോഷിക്കുകയായിരിക്കാം. എങ്ങനെ? ബൈ അറേഞ്ചിങ് എ കൺസേർട്ട്, ഒരു കച്ചേരി സംഘടിപ്പിച്ചുകൊണ്ട്. ആരുമായിട്ട്? കളക്ടിങ് ദ നെയ്ബറിംഗ് വുമൻ, അയൽപക്കത്തുള്ള സ്ത്രീകളെല്ലാം ഒരുമിപ്പിച്ചു കൂട്ടി. മോറോവർ ഷി ന്യൂ ദാറ്റ് ഡെത്ത് വാസ് ആൻ ഇമിനൻറ്റ് റിയാലിറ്റി ഫോർ ഹർ. ഒരുപക്ഷെ താൻ പെട്ടെന്ന് തന്നെ മരിച്ചേക്കാം എന്നൊരറിവും അവർക്കുണ്ടായിരുന്നു. അതും ഒരുപക്ഷെ അതിന് പ്രേരണയായിട്ടുണ്ടാകാം. നെക്സ്റ്റ്. ഡ്രോ എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ വില്ലേജ് സ്കൂൾ ആൻഡ് ദ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ ദ സിറ്റി. ഗ്രാമപ്രദേശത്തെ സ്കൂളും ഇംഗ്ലീഷ് സ്കൂളും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ വില്ലേജ് സ്കൂൾ വാസ് ക്വൈറ്റ് കൺവെൻഷണൽ ആൻഡ് സിമ്പിൾ. അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള കൺവെൻഷണൽ, പരമ്പരാഗത രീതിയിലുള്ള ഒരു സ്കൂളായിരുന്നു. ഇറ്റ് വാസ് അറ്റാച്ച്ഡ് ടു എ ടെമ്പിൾ. അതിൻ്റെ അടുത്തൊരു ടെമ്പിൾ ഉണ്ട്. ദ പ്രീസ്റ്റ് ഹിംസെൽഫ് ആക്റ്റഡ് ആസ് ദ ടീച്ചർ. അവിടുത്തെ പുരോഹിതൻ തന്നെയാണ് അവിടുത്തെ ടീച്ചർ എന്ന് പറയുന്നത്. ഹി ടോട്ട് ദ ആൽഫബറ്റ് ആൻഡ് ദ മോർണിംഗ് പ്രേയർ അറ്റ് ദ സ്കൂൾ. പഠിപ്പിച്ചത് ആൽഫബറ്റും മോർണിംഗ് പ്രേയേഴ്സുമാണ്. ഇൻ കമ്പാരിസൺ ദ ഇംഗ്ലീഷ് സ്കൂൾ ഇൻ ദ സിറ്റി പ്രൊവൈഡഡ് എ കോൺട്രാസ്റ്റ്. വില്ലേജ് സ്കൂളിൽ നിന്നും ഒരുപാട് വൈരുദ്ധ്യമുണ്ട് ഇംഗ്ലീഷ് സ്കൂളിന്. ദേ ഗേവ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ടോട്ട് മോഡേൺ സയൻസ് ആൻഡ് മ്യൂസിക്. ആധുനിക ശാസ്ത്രവും മ്യൂസിക്കും പഠിപ്പിച്ച ഇംഗ്ലീഷ് സ്കൂൾ. ഇംഗ്ലീഷിലായിരുന്നു അവിടുത്തെ ഇൻസ്ട്രക്ഷൻസ്. മീഡിയം വാസ് ഇൻ ഇംഗ്ലീഷ്. ദേ ഡിഡൻറ്റ് ടീച്ച് എനിത്തിങ് അബൌട്ട് ഗോഡ് ആൻഡ് ദ സ്ക്രിപ്ചേഴ്സ് അറ്റ് ദ ഇംഗ്ലീഷ് സ്കൂൾ. അവിടെ ദൈവത്തെക്കുറിച്ചോ ദൈവശാസ്ത്രങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ പഠിപ്പിച്ചില്ല. വൈ ഡിഡ് ദ ഗ്രാൻഡ് മദർ ഹെയ്റ്റ് മ്യൂസിക്? മ്യൂസിക് വെറുക്കാൻ കാരണം എന്താണ് ഗ്രാൻഡ് മദർ? ദ ഗ്രാൻഡ് മദർ ആക്ച്വലി ഹേറ്റഡ് മ്യൂസിക്. ഷീ വാസ് എ കൺസർവേറ്റീവ് ഓൾഡ് ലേഡി. അവർ വളരെ യാഥാസ്ഥിതികത്വം വെച്ച് പുലർത്തുന്ന ആളായിരുന്നു. ഹു ഹാഡ് ഹെർ ഓൺ ബിലീവ്സ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. സ്വന്തമായിട്ട് വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമുള്ള ആൾ. ഷീ തോട്ട് ദാറ്റ് മ്യൂസിക് വാസ് മെന്റ് ഓൺലി ഫോർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ബെഗേഴ്സ്. വ്യഭിചാരിണികൾക്കും അതുപോലെ ബെഗേഴ്സിനും യാചകർക്കും മാത്രമാണ് മ്യൂസിക് പറഞ്ഞിട്ടുള്ളത് എന്നായിരുന്നു അവരുടെ വിശ്വാസം. ഇറ്റ് വാസ് നോട്ട് മെന്റ് ഫോർ ജെന്റിൽ ഫോക്ക്. ഒരിക്കലും മാന്യന്മാർക്ക് പറ്റിയ ഒരു സാധനമല്ല മ്യൂസിക്. മ്യൂസിക് വാസ് നോട്ട് മെന്റ് ഫോർ സ്കൂൾ ചിൽഡ്രൻ ഫ്രം റെസ്പെക്റ്റബിൾ ഫാമിലീസ്. ഉന്നതമായ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഒരിക്കലും സ്കൂളിൽ മ്യൂസിക് പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞ ഉത്തരത്തിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ്. ദ സ്പാരോസ് ടുക്ക് നോ നോട്ടീസ് ഓഫ് ദ ബ്രെഡ് ക്രംസ്. വൈ? ഓദറിൻ്റെ അമ്മ പക്ഷികൾക്ക് ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തെങ്കിലും ആയിട്ടത് മൈൻഡ് ചെയ്തില്ല. എന്തുകൊണ്ട്? ഹൗ ദി സ്പാരോസ് മോൺ ദ ഡെത്ത് ഓഫ് ദ ഗ്രാൻഡ് മദർ? ഈ ചോദ്യം നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഏതായാലും രണ്ടിൻ്റെ ഉത്തരം ഒന്നുകൂടി പറയാം. ആവർത്തനമാണ് എങ്കിലും. ദ സ്പാരോസ് വെർ സോ ഇമോഷണലി അറ്റാച്ച്ഡ് ദ ഗ്രാൻഡ് മദർ. വളരെ മാനസികമായിട്ട് ഗ്രാൻഡ് മദറിനോട് അറ്റാച്ച്ഡ് ആയിരുന്നു സ്പാരോസ്. ഹു സെർവ്ഡ് ദം ഫുഡ് വിത്ത് ലവ്. കാരണം സ്നേഹത്തോടെ അവർക്ക് ഫുഡ് കൊടുത്തത് ഗ്രാൻഡ് മദർ ആയിരുന്നു. സിൻസ് ദ ഗ്രാൻഡ് മദർ വാസ് ഫൗണ്ട് ഡെഡ്. അവർ മരിച്ചു എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ദ സ്പാരോസ് ഓൾസോ ജോയിൻ ദ മോർണിംഗ് ഹൈ ഡെത്ത്. അവരുടെ മരണത്തിൽ അനുശോചിക്കാൻ സ്പാരോസും ഒത്തുകൂടുകയാണ്. മോൺ എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ട് കരയുക അല്ലെങ്കിൽ വിലപിക്കുക എന്നാണ്. ദേ സാറ്റ് ഇൻ 1000, ആയിരക്കണക്കിന് എണ്ണമുണ്ട് അവിടെ ഇരിക്കുന്നു. അറൗണ്ട് ഹെർ ഡെഡ് ബോഡി, അവരുടെ ഭൗതിക ശരീരത്തിന് ചുറ്റും. ദേ സാറ്റ് സൈലൻറ്റ്. അവർ സൈലൻ്റ് ആയിരുന്നു. നോർ ഡിഡ് ദേ ടച്ച് ദ ക്രംസ് ഓഫ് ദ ബ്രെഡ് ത്രോൺ ടു ദം. അവർക്ക് എറിഞ്ഞു കൊടുത്ത ബ്രെഡിലേക്ക് നോക്കിയത് പോലുമില്ല, അത് തൊട്ടുപോലുമില്ല. ദേ ഫ്ലൂ അവേ quietly when the dead body was carried off for cremation. They flew away. അവർ പറന്നുപോയി ശാന്തമായിട്ട് ക്രിമേഷന് വേണ്ടി, ദഹിപ്പിക്കുന്നതിന് വേണ്ടി ഭൗതിക ശരീരം അവിടെ നിന്ന് എടുത്തപ്പോൾ. Okay, that's all about questions, short questions and paragraphs from this chapter, and we will be back with more activities. Until then, bye.